السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബ് തൗഹീദ്, അതിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ രചിച്ച ഇആനത്തുൽ മുസ്തഫീദ് എന്ന ഷറഹ്, അതിലെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ദർസ് 9ാമത്തെ ദർസ് കിതാബ് തൗഹീദ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്ത് قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن. ഇനി ചർച്ച ചെയ്യുന്നത് ഈ ഭാഗമാണ്. വലാ തഖറബുൽ ഫവാഹിഷ, വലാ തഖറബു, നിങ്ങൾ സമീപിക്കരുത്, അടുക്കരുത്. അൽ ഫവാഹിഷ, ഫാഹിഷത്തിന്റെ ബഹുവചനാണ് ഫവാഹിഷ്, മ്ലേച്ഛ വൃത്തികൾ, മോശമായിട്ടുള്ള പ്രവർത്തികൾ. മാ ലഹറ മിൻഹ, അവയിൽ നിന്ന് വെളിവായത് പ്രത്യക്ഷമായതും, വമാ ബത്തൻ, ഒളിഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ പരോക്ഷമായതും, എല്ലാ തരം മ്ലേച്ഛ വൃത്തികളും അത് നിങ്ങൾ ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, അതിനോട് നിങ്ങൾ അടുക്കരുത് എന്നാണ് കൽപ്പന. ഇതിന്റെ ഷറഹിൽ പറയണം, ഖാല തആല വലാ തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹ വമാ ബത്തൻ ഹാദിഹിൽ വസിയ്യത്തു റാബിഅ. ഇതാണ് 4ാമത്തെ വസിയ്യത്ത്. ഓരോരോ വസിയത്തുകൾ, ഉപദേശങ്ങൾ അള്ളാഹു നൽകുകയാണ് ആയത്തിലൂടെ. അൽ ഫവാഹിഷു ജംഉ ഫാഹിഷത്തിൻ, ഫാഹിഷത്തി എന്നതിന്റെ ബഹുവചന രൂപമാണ് അൽ ഫവാഹിഷ്. വൽ മുറാദു ബിഹ, അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ മഅസിയത്തു, മഅസിയത്താണ്, പാപമാണ്. സുമ്മിയത്തിൽ മഅസിയത്തു ഫാഹിഷത്തൻ ലിഖുബ്ഹിഹ വ ശനാഅതിഹ. ഫാഹിഷത്തിന് അതിന് മഅസിയത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഅസിയത്തിന്, അങ്ങനെ മാസിയത്തിന്, പാപത്തിന് ഫാഹിഷത്ത് എന്ന് പറയാൻ കാരണം അതിൻ്റെ മോശത്തരം കൊണ്ടാണ്, അതിൻ്റെ മ്ലേച്ഛത, ഹീനത കൊണ്ടാണ്, ഹീനമായ പ്രവൃത്തിയാണ് എന്നതുകൊണ്ടാണ്. യാനി ലാ തഖറബുൽ മഅസി. അപ്പോൾ ലാ തഖറബുൽ ഫവാഹിഷ എന്ന് പറഞ്ഞാൽ ലാ തഖറബുൽ മഅസി, നിങ്ങൾ മ്ലേച്ഛ വൃത്തികളോട് അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്? നിങ്ങൾ പാപങ്ങളോട് അടുക്കരുത് എന്ന്. വലാഹിദു ഖൗലഹു വലാ തഖറബു, വലാഹിദു, ശ്രദ്ധിക്കുക, നോട്ടീസ് ചെയ്യുക. എന്താണ് അള്ളാഹുവിന്റെ വചനം? വലാ തഖറബു, നിങ്ങൾ സമീപിക്കരുത്. മാ ഖാല വലാ തഫ്അലുൽ ഫവാഹിഷ, അള്ളാഹു പറഞ്ഞില്ല എന്ത്? മ്ലേച്ഛ വൃത്തികൾ ചെയ്യരുത് എന്ന് പറഞ്ഞില്ല, മ്ലേച്ഛ വൃത്തികളോട് അടുക്കരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യണം എന്ത് മാത്രം കുറ്റായിരിക്കും? ബൽ ഖാല വലാ തഖറബു, പക്ഷെ അള്ളാഹു പറഞ്ഞത് എന്താണ്? അതിനോട് സമീപിക്കരുത് എന്നാണ്, സമീപിക്കാൻ പോലും പാടില്ല എന്ന്. ലിയശ്മല ദാലിക്കൽ മൻഉ മിനൽ വസാഇൽ ലത്തി തുഅദ്ദി ഇലൽ മആസി, മആസി, പാപങ്ങളിലേക്ക് വഴി നടത്തുന്ന മാർഗങ്ങൾ തടയുന്നത് കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഹറമൽ മആസി ഹറമൽ മആസി ഹറമൽ വസാഇൽ അൽ മുഅദ്ദിയത ഇലൈഹ. അല്ലാഹു പാപങ്ങളും നിരോധിച്ചു, പാപങ്ങളിലേക്കുള്ള അതിലേക്ക് വഴി നടത്തുന്ന മാർഗങ്ങൾ, വസീലകളും നിരോധിച്ചു. ഇപ്പൊ മസലൻ, ഉദാഹരണമായിട്ട് തബറുജുൻ നിസാഇ മിൻ ഖുർബാനിൽ ഫവാഹിഷ്, മ്ലേച്ഛ വൃത്തികൾക്ക് അതിലേക്ക് അടുപ്പിക്കുന്നതാണെന്ത്? സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പുറപ്പെടുക എന്നത്. ആഭരണ വിഭൂഷിതരായി ആഡംബരത്തോടു കൂടിയൊക്കെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പുറപ്പെടുക എന്നത് എന്താണ്? അത് ഫാഹിഷത്തിലേക്ക്, മ്ലേച്ഛ വൃത്തികളിലേക്കുള്ള അടുപ്പിക്കുന്ന പ്രവൃത്തിയാണ്. മനസ്സിലായില്ലേ? ലിഅന്ന തബറുജൻ നിസാഇ വസീലത്തുൻ ഇല സിന, കാരണം സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പുറപ്പെടുന്നത് അത് സിന, വ്യഭിചാരത്തിലേക്കുള്ള ഒരു മാർഗമാണ്. ഫസീനത്തു വസ്സുഫൂറു മിനത് തതറുഖ് ഇല സിന. അപ്പോൾ സീനത്ത്, സീനത്ത് പറഞ്ഞാൽ ഭംഗി പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരും ഭംഗി പ്രദർശിപ്പിക്കണം, അതല്ല ഉദ്ദേശിക്കുന്നത്. പുറത്തു പോകുമ്പോൾ ഭംഗി പ്രദർശിപ്പിക്കുക എന്നത്, പ്രത്യേകമായിട്ട് ഭംഗി പ്രദർശിപ്പിക്കുക എന്നത് എന്താണ്? അത് അതേപോലെ സുഫൂർ, വിവസ്ത്രരാകുക, അല്പവസ്ത്രരാകുക, അതൊക്കെ ആയിരിക്കും അതിൻ്റെ ആശയം. അതൊക്കെ എന്താണ്? ഇങ്ങനെ തതറുഖ് ഇല സിന, സിനയിലേക്കുള്ള വഴികളാണ്, സിനയിലേക്കുള്ള വഴി നടത്തമാണത്, വ്യഭിചാരത്തിലേക്ക്. വനഹല്ലാഹു അൻ ഖുർബാനി സിന, സിനയിലേക്ക് സമീപിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത് വലാ തഖറബു സിന. ഇവിടെ വലാ തഖറബുൽ ഫവാഹിഷ എന്ന് പറഞ്ഞ പോലെ
വേറെ സൂറത്തിൽ വേറെ ആയത്തിൽ വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുതെന്നാണ് പറഞ്ഞത്, അടുക്കരുത്. മാ ഖാല വലാ തഫ്അലു സിന, നിങ്ങൾ സിന പ്രവർത്തിക്കരുത് എന്നല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹു അങ്ങനെ പറഞ്ഞില്ല. ഖാല വലാ തഖറബു, നിങ്ങൾ അടുക്കരുത് എന്നാണ്. ലിഅന്ന നഹിയ അനിൽ ഖുർബാനി അബ്ലഉ മിന നഹിയ അൻ നഫ്സിൽ ഫിഅലി ലിയംന അൽ വസീലത ഇലൈഹി. കാരണം എന്താ, കുറെ കൂടി പ്രാധാന്യം അർഹിക്കുന്നതാണെന്ത്, വ്യാപകമായ അർത്ഥമുള്ളതാണെന്ത്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ നിരോധിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളതാണെന്ത്, അതിലേക്കുള്ള വഴി തന്നെ നിരോധിക്കുക. അപ്പം പിന്നെ ആ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും നിരോധനത്തിൽ പെടുമല്ലോ. وحرم النظر إلى ما حرم الله لأن النظر إلى ما حرم الله كالنظر إلى المرأة وسيلة إلى الزنا. وحرم سماع الكلام المعجن والأعاني والمزامير لأنها وسائل إلى المحرمات. അപ്പോൾ സ്ത്രീയെ അള്ളാഹു ചില കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിലക്കി. അപ്പോൾ സ്ത്രീകളെ നോക്കുക, അന്യ സ്ത്രീകളെ നോക്കുന്ന ഉദ്ദേശിക്കുന്നത്, അന്യ സ്ത്രീകളെ അന്യപുരുഷന്മാരെ നോക്കുക എന്നത് തിരിച്ചും അതെന്താണ്, സിനയിലേക്കുള്ള വിചാരത്തിലേക്കുള്ള വസീലയാണ്, മാർഗമാണ്. കേൾവിയും അള്ളാഹു നിരോധിച്ചു. എന്ത് കേൾവി? അനാവശ്യ സംസാരങ്ങൾ കേൾക്കുക, സംഗീതങ്ങൾ, മ്യൂസിക്, ഇതൊക്കെ കേൾക്കുക, മ്യൂസിക് ഉപകരണങ്ങൾ ഇതൊക്കെ കേൾക്കുക. എന്താണ് മസാമീർ എന്ന് പറഞ്ഞാൽ എന്താണ്, മിസ്മാർ ഹാർമോണിയാണ്. മസാമീർ അതിൻ്റെ ബഹുവചനാണ്. ഹാർമോണിയം അർത്ഥമുണ്ട്, വേറെ സംഗീത ഉപകരണങ്ങൾക്കൊക്കെ മൊത്തത്തിൽ പറയും. അപ്പോൾ അതിനൊക്കെ നിരോധനമുണ്ട്. ഇതൊന്നും കേൾക്കുന്നത് അനുവദനീയമല്ല. കാരണം അതൊക്കെ എന്താണ്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള വസീലകളാണ്, അതിലേക്കുള്ള മാർഗങ്ങളാണ്. കാരണം ആ വഴിക്ക് പോകുമ്പോൾ പിന്നെ എന്താവും, അതിനേക്കാൾ കൂടിയ ഗൗരവതരമായിട്ടുള്ള തെറ്റുകളിലേക്ക് മനുഷ്യൻ അകപ്പെടും എന്നതാണ്. അടുത്തത് ഖൗലുഹു വലാ തഖറബുൽ ഫവാഹിഷ, നിങ്ങൾ മ്ലേച്ഛവർത്തികളെ സമീപിക്കരുത് അള്ളാഹു പറഞ്ഞത്. യാനി ലാ തതആതു അൽ അസ്ബാബ് അല്ലതി തുഅദ്ദി ഇലൽ മആസി, പാപങ്ങളിലേക്ക് വഴി നടത്തുന്ന കാരണങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് എന്നതാണ്. ലാ തതആതു, നിങ്ങൾ ഇടപെടരുത്. അൽ അസ്ബാബ, കാരണങ്ങൾ, സബബ് ജമ അസ്ബാബ്, അല്ലതി തുഅദ്ദി ഇലൽ മആസി, പാപങ്ങളിലേക്ക് വഴി നടത്തുന്ന അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടരുത്. ബൽ തജന്നബുഹ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഉപേക്ഷിക്കണം. തജന്നബ്, ഉപേക്ഷിക്കുക. തജന്നബ് തഫഅൽ എന്ന് പറയുമ്പോൾ മിൻ നദറിൻ വസമാഇൻ വസുഫൂരിൻ വതബറുജിൻ വഗൈരി ദാലിക മിനൽ വസാഇൽ വൽ അസ്ബാബ് അല്ലതി തുഅദ്ദി ഇലൽ ഫവാഹിഷ്, മ്ലേച്ഛവൃത്തികളിലേക്ക് നയിക്കുന്ന കാരണങ്ങളായിട്ടുള്ള അലങ്കാരത്തോടുകൂടി സ്ത്രീകൾ പുറത്തേക്ക് പുറപ്പെടൽ, വിവസ്ത്രരായിക്കൊണ്ട് അല്ല അർദ്ധനഗ്നരായിക്കൊണ്ട് പുറപ്പെടൽ, അതേപോലെ മോശമായിട്ടുള്ള ഹറാമായിട്ടുള്ള സംഗതികൾ കേൾക്കൽ, അന്യ സ്ത്രീകളെ കാണുക, മറ്റ് ഹറാമായ കാഴ്ചകൾ കാണുക, ഇതൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒഴിവാക്കാനുള്ളതാണ്. ഇനി ഫഇദാ കാനത്ത് അൽ അസ്ബാബു മുഹറമത്തുൻ ഫകൈഫ ബിനഫ്സിൽ ഫവാഹിഷ്, അപ്പോൾ ഹറാമായ സംഗതികളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തന്നെ ഹറാമാകുമ്പോൾ അപ്പൊ പിന്നെ മ്ലേച്ഛവൃത്തികൾ എന്തുമാത്രം ഹറാമായിരിക്കും എന്നതാണ്. ശരി, തകൂനു അശദ്ദു തഹരീമൻ, അപ്പൊ അത് കൂടുതൽ ശക്തമായ ഹറാമായിരിക്കും. മാ ലഹറ മിൻഹ വമാ ബതൻ ആണ് ഫവാഹിഷ് പറഞ്ഞപ്പം അതിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും എന്ന് പറഞ്ഞു. മാ ലഹറ പ്രത്യക്ഷമായി, യാനി മാ റആഹു നാസു ഫിൽ അസ്വാഖി വഫിൽ ദകാകീനി വഫിൽ മുജമ്മാഅത്തി, എന്താണ്, അങ്ങാടികളിലും പീടികകളിൽ, കടകളിൽ, ദുഃഖാഞ്ചമും ദക്കാക്കി, ചന്തകളിൽ, അതേപോലെ മനുഷ്യർ ഒരുമിച്ച് കൂടുന്നിടത്ത്, മുജമ്മാഅത്ത്, സൊസൈറ്റിയിൽ ഒക്കെ ജനങ്ങൾ കാണുന്ന തരത്തിലുള്ള മ്ലേച്ഛവൃത്തികൾ, അത് പരസ്യമായത്. വമാ ബതൻ, രഹസ്യമായത്. അപ്പം മ്ലേച്ഛവൃത്തികൾ പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതൊക്കെ. അൽ മആസി അൽ ഖഫിയ്യത്ത് ഫിൽ ബുയൂത്തി, വീടുകളിൽ വെച്ച് മറഞ്ഞ് ചെയ്യുന്ന ദോഷങ്ങൾ, ആരും കാണാതെ ചെയ്യുന്ന ദോഷങ്ങൾ. വഫിൽ മഹല്ലാത്തിൽ മസ്തൂറത്തി, അതേപോലെ അടക്കപ്പെട്ട സ്ഥലങ്ങൾ, മറക്കപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് ആരും അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ. ഫൽ മുഅ്മിൻ യത്തഖില്ലാഹ അസ്സ വജല്ല ളാഹിറൻ വബാത്തിന, അപ്പോൾ മുഅ്മിൻ സത്യവിശ്വാസി എന്താണ്, അല്ലാഹു അസ്സ വജല്ലിനെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും എന്ത് ചെയ്യണം, അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിനെല്ലാം അറിയാലോ, ഏത് അടഞ്ഞു കിടക്കുന്ന സ്ഥലമാണെങ്കിലും അള്ളാഹുവിനറിയാം. അപ്പോൾ യത്തഖില്ലാഹ ഫിശ്ശാരിഇ വയത്തഖില്ലാഹ ഫിൽ ബൈത്തി, അവൻ റോട്ടിലും അള്ളാഹുവിനെ ഭയക്കണം, വീട്ടിലും ഭയക്കണം. റോട്ടിലും വേണം, വീട്ടിലും വേണം. ഷാരി റോഡ്, ബൈത്ത് വീട്.
യത്തഖി ഐനമാക്കാന, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവൻ എവിടെയാണെങ്കിലും യത്തഖില്ലാ ഫിന്നഹാരി വയത്തഖിഹി ഫിൽ ലൈലി, അള്ളാഹുവിനെ അവൻ പകലിലും സൂക്ഷിക്കണം, അവനെ അവൻ രാത്രിയിലും സൂക്ഷിക്കണം. യത്തഖിഹി ഫിൽ ളിയാഇ വയത്തഖിഹി ഫിൽ ദുൽമതി, ളിയാ വെളിച്ചം, വെളിച്ചത്തിലും സൂക്ഷിക്കണം അവനെ, ഇരുട്ടിലും സൂക്ഷിക്കണം അവനെ. ലിഅന്നഹു ദായിമൻ മഅഹു സുബ്ഹാനഹു ലാ യഖ്ഫാ അലൈഹി, കാരണം അള്ളാഹു അവൻ്റെ കൂടെ സ്ഥിരമായിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ടുണ്ട്. അവനിൽ നിന്ന് മറഞ്ഞ എന്നല്ല, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് കഴിയുകയും ഇല്ല എന്നതാണ്. ഫലൈസൽ മഖ്സൂദു അന്നൽ ഇൻസാന യതജന്നബുൽ മആസി ളാഹിറത ഫഖത്ത്. അപ്പോൾ ഉദ്ദേശ്യം മനുഷ്യൻ പ്രത്യക്ഷമായിട്ടുള്ള പരസ്യമായിട്ടുള്ള പാപങ്ങൾ ഒഴിവാക്കണം എന്നത് മാത്രമല്ല ഉദ്ദേശ്യം. വഅമ്മാ ഇദാ ഖലാ ഫഇന്നഹു മസ്മൂഹൻ ലഹു ലാ, ഒഴിഞ്ഞിരിക്കുമ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവന് പ്രശ്നമല്ല, പാപം ചെയ്യാം, അതിന് പ്രശ്നമല്ല എന്നതല്ല നിലപാട്, അതല്ല. അൽ ഹറാമു ഹറാമുൻ അലാ അയ്യി ഹാൽ, ഹറാം ഹറാം തന്നെയാണ് ഏത് അവസ്ഥയിലും, രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ഹറാം ഹറാമാണ്. വറബ്ബു ഹുവ റബ്ബ് സുബ്ഹാനഹു, റബ്ബ് റബ്ബാണ് അല്ലാഹു, അവൻ പരിശുദ്ധനാണ്. മുത്തരിഉൻ ഫി സാഇറിൽ അഹ്വാലി ളാഹിറൻ വബാത്തിന, എല്ലാ അവസ്ഥകളിലും അവൻ അവിടെ ഉണ്ട്. അള്ളാഹു എല്ലാ അവസ്ഥയിലും ഉണ്ട് നമ്മുടെ കൂടെ. ലാ യഖ്ഫാ അലൈഹി ശൈഉൻ സുബ്ഹാനഹു വതആല, അവൻ പരിശുദ്ധനാണ്, അവൻ അത്യുന്നതനാണ്, അവനിൽ നിന്നും ഒരു സംഗതിയും മറച്ചു വെക്കാൻ പറ്റില്ല. മഹ്മാ ഹാവൽതും അത്തസത്തുറു ഫഇന്നകും ലാ തഖ്ഫൂന അലല്ലാഹി സുബ്ഹാനഹു വതആല, നിങ്ങൾ മറക്കാൻ വേണ്ടി എന്തെല്ലാം വേലകൾ ഒപ്പിച്ചാലും, അത് മറച്ചു വെക്കാൻ വേണ്ടി എന്തെല്ലാം വേലകൾ ഒപ്പിച്ചാലും അള്ളാഹുവിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ കഴിയുകയില്ല. അള്ളാഹു പറഞ്ഞു സൂറത്ത് നിസായിലാന്ന് തോന്നുന്നു, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. ഈ കാര്യം പറയുന്നത് എന്താണ്? യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നില്ല, മറച്ചു വെക്കാൻ കഴിയില്ല. വഹുവ മഅഹും, അവൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇത് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ, അവൻ ഇഷ്ടപ്പെടാത്ത വാക്ക് അവര് രാത്രി ഗൂഢാലോചന നടത്തിയ സമയത്ത് സംസാരിച്ചപ്പോൾ എന്താണ്, ഇതൊരു സംഭവത്തിനെ കുറിച്ച് പറയാണ് ഖുർആനിൽ. അതായത് ഒരു മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ ജൂതൻ മറ്റൊരു മുസ്ലിമിന്റെ ഒരു പടയങ്കി മോഷ്ടിച്ചു, കട്ടെടുത്തു. അപ്പോൾ ആ മോഷ്ടാവ് ആരാന്നുള്ള അന്വേഷണമായി. അപ്പോൾ മോഷ്ടാവ് പിടിക്കപ്പെടുന്നതായപ്പം ഈ മുസ്ലിമായ ആള് എന്ത് ചെയ്തു, ഒരു യഹൂദന്റെ വീട്ടിൽ ഈ സാധനം കൊണ്ടുവച്ചു, ആ യഹൂദിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പടയങ്കി അവിടെ കൊണ്ടുവച്ചു. അത് പലതരത്തിലും പറയുന്നുണ്ട്. സൂക്ഷിക്കാനെന്നുള്ള വ്യാജേന ചില ഭക്ഷ്യസാധനങ്ങൾ കൂടെ അയാളടുത്ത് ഏൽപ്പിച്ചതെന്ന് പറയുന്നത്, രാത്രി അയാളെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതെന്ന് പറയുന്നു. അങ്ങനെ എന്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വിഷയത്തി. അപ്പോൾ ഈ മോഷ്ടിച്ച ആളുണ്ടല്ലോ, അയാളെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ, അയാൾ കുടുംബക്കാരൊക്കെ നബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ജൂതനാണ് കട്ടത്. ഇവരെ സംശയം ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക്. അപ്പോൾ ജൂതനാണ് കട്ടത്, എന്നിട്ട് ഇവരെ പറ്റി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേസെത്തിയപ്പോൾ ജൂതൻ്റെ തെളിവുകൾ സമർപ്പിച്ചു. പക്ഷേ ജൂതന് വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർക്ക് അനുകൂലമായിട്ട് വിധിച്ചു? ഈ മുസ്ലിമിന് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പോൾ അത് സംബന്ധിച്ചാണ് ആയത്തിറങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ജൂതന് വേണ്ടിയിട്ടാണ് ഇവിടെ. ജൂതനാണെങ്കിൽ നീതി വേണം. മനസ്സിലായില്ലേ? ജൂതനെതിരിൽ അനീതി ഉണ്ടാകാൻ പാടില്ല ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് അത് ബോധ്യപ്പെട്ടു. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ജൂതൻ നിരപരാധിയാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കിടയിൽ വിധിക്കുന്നത്, അതിപ്പോൾ ജൂതൻ്റെ ഇടയിലും മുസ്ലിമിൻ്റെ ഇടയിലാണെങ്കിലും രണ്ട് മുസ്ലിങ്ങൾ തമ്മിലാണെങ്കിലും ഒക്കെ വിധിക്കുന്നത് നിങ്ങൾ സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ എനിക്ക് വഴി പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്ക് ചിലപ്പം എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവ് ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ തെളിവ് ചിലപ്പോൾ കറക്റ്റ് ആവില്ല. എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യും? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധിക്കും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അനുകൂലമാവും, പക്ഷെ അത് പരലോകത്ത് അനുകൂലമാണെന്നില്ല, അത് നിങ്ങൾക്ക് നരകമായിരിക്കും. അത് ശരിയല്ലേ? ആ രൂപത്തിൽ ആ ആശയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ആയത്തിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅസിറു ഖൗലകും. അപ്പോൾ ഇതെന്താണ്? ഈ രാത്രി ഗൂഢാലോചന നടത്തിയാണ് ഈ വിഷയമാണ് ഗൂഢാലോചന നടത്തി. ജൂതന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ജൂതന് സംശയിച്ചോളും, ജൂതനാണെന്ന് കരുതിക്കോളും, അങ്ങനെ ഇയാൾക്ക് രക്ഷപ്പെടാതെ. മനസ്സിലായി?
മറ്റൊരായത്ത് വസിറു ഖൗലക്കും അബ്ജഹറു ബി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ഒക്കെ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളവരെ അറിയുന്നവനാണ് എന്ന്. ഇദാ കാന കദാലിക ഫയജിബു അലൈക അൻ തത്തഖില്ലാഹ സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഹാൽ. അപ്പൊ അങ്ങനെയാണ് കാര്യമെങ്കിൽ നീ ഏത് അവസ്ഥയിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. യഖൂൽ തആല അല്ലാഹു തആല പറയുന്നു ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. നിശ്ചയം അള്ളാഹുവിനെ ഗൈബിൽ ഭയപ്പെടുന്നവർ പറഞ്ഞാൽ ആരുമില്ലാത്ത സമയത്ത് തെറ്റ് ചെയ്യാൻ എല്ലാ സൗകര്യവും സന്ദർഭ സാഹചര്യം ഉണ്ടായിട്ടും അപ്പൊ അത് എന്താണ് ചെയ്യാതിരിക്കുക അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്. അതാണ് ഗൈബിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത്. ആരുമില്ലാത്ത സമയത്ത് വൈബത്ത് ആരുമില്ല, ജനങ്ങളൊന്നുമില്ല, ഒറ്റക്കാണ്, ഇപ്പൊ രണ്ടാൾ മാത്രമേ ഉള്ളൂ, ഈ രണ്ടാളും കൂടി തെറ്റ് ചെയ്യാം, വേറെ ആരും അറിയുന്നില്ല, പക്ഷെ അള്ളാഹു അറിയും എന്നതാണ് അനിന്നാസ് ജനങ്ങളിൽ നിന്ന് വൈബത്ത്. ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അവർക്ക് പാപമോചനമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. വസിറു ഖൗലക്കും വജ്ഹറു ബി ഇന്നഹു അലീമുൻ ബിദാത്തി